യൂത്ത് കോൺഗ്രസ് നിയമസഭാ കവാടത്തിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. 15 തവണ ഇതിനകം പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ടെങ്കിലും ഒരു ലാത്തിചാർജിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴുണ്ട്. സംഘർഷത്തിന് തീരെ അയവില്ലാത്തൊരവസ്ഥ കൂടി നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് കാണുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. പ്രവർത്തകരും പിന്മാറാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഗോപാൽ ശിലാസനൽ. ഗോപാൽ, 15 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ നീക്കം എന്താണ്? ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 16 മാറിയിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ജലപീരങ്കിയുടെ എണ്ണം 16 തവണയാണ് ഇത്തവണ പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകർ സമീപത്ത് നിന്നും ഈ പാളയത്തേക്കുള്ള പ്രധാന പാത ഉപരോധിക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് പോകുന്നതാണ്. പിന്നെ നിയന്ത്രണ വിധേയമായി നിൽക്കുമോ എന്ന കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഈ സംഘർഷത്തിലേക്ക് ലാത്തിചാർജിലേക്കും അക്രമത്തിലേക്കും പോയിട്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു ക്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നാലെ പ്രവർത്തകർക്ക് പിന്നാലെ പോലീസും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സമരത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നേരം നീണ്ടുനിന്ന ഒരു സമരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ചിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഉദ്ഘാടകനായി എത്തിയത്. 16 തവണയാണ് ഇതുവരെ ഈ ജലപീരങ്കി ഇന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സംസ്ഥാനത്ത് മദ്യശാലകൾക്ക്, പ്രത്യേകിച്ച് പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യശാലകൾക്ക് അനുമതി നൽകിയതിനെതിരെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. ആദ്യഘട്ട പ്രതിഷേധം കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ പ്രദേശത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് രണ്ടാം ഘട്ട പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നിയമസഭയിലേക്കാണ് മാർച്ച് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് പോലീസ് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് മറികടക്കാനും ബാരിക്കേഡ് ഇളക്കി മാറ്റാനും ബാരിക്കേഡിന് മുകളിലൂടി ചാടാനും ഒക്കെ വലിയ ശ്രമങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ആ പരിശ്രമം വിജയിച്ചില്ല. പോലീസ് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചു. തുടർന്ന് രൂക്ഷമായ കല്ലേറായിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പോലീസ് വാഹനങ്ങൾക്ക് നേരെ കല്ലുകളും വടികളും കമ്പുകളും വലിച്ചെറിയുന്നു. വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ മറ്റ് ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. AKG സെന്ററിലെ വാഹനം ഈ റോഡിൽ തടയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AKG സെന്ററിലെ വാഹനമാണ്. CPMന്റെ കൊടി വെച്ച വാഹനമാണ് ഇപ്പോൾ ഈ റോഡിൽ തടയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ വാഹനത്തിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസിൻ്റെതായിട്ടുള്ള വലിയ പ്രതിരോധം ഇവിടെ ഉണ്ട് എങ്കിൽ പോലും പ്രവർത്തകർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. പ്രവർത്തകർ ഈ AKG സെന്ററിലെ ഇന്നോവ വാഹനത്തിന് മുൻപിൽ തടഞ്ഞുകൊണ്ട് കൊടിവെച്ച CPMന്റെ കൊടി പതാക വെച്ച വാഹനത്തിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറുവശത്തായി വാഹനം റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന് ഇടപെടേണ്ടി വരും. അവരെ പിടിച്ചു മാറ്റേണ്ടി വരും, അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുമോ ഗോപാൽ? അതിന്റെ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. കാരണം റോഡ് ഉപരോധിക്കുന്നു എന്ന് മാത്രമല്ല, AKG സെന്ററിൽ നിന്നുള്ള വാഹനമാണ് തടഞ്ഞിരിക്കുന്നത്. ആ വാഹനം തടഞ്ഞതോടുകൂടി തന്നെ ഇതിന്റെ സംഘർഷ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള നീക്കം തന്നെയാണ് പുരോഗമിക്കുന്നത്. അങ്ങനെ ഇവർ മാറാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതൊരു സംഘർഷത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. സ്ത്രീ പ്രവർത്തകർ അടക്കമുള്ളവർ ആണ് ഈ വാഹനത്തിന് മുൻപിരുന്ന് പ്രതിഷേധിക്കുന്നത്. നേരത്തെ റോഡ് ഉപരോധിക്കാനുള്ള നീക്കമായിരുന്നു പോലീസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഇരുന്നതെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ AKG സെന്റർ ഇതിൽ പ്രതിഷേധിച്ചിരുന്ന പ്രവർത്തകർ ഓടി വന്ന ഈ വാഹനത്തിന് മുൻപിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് സിഗ്നൽ കൂടി വന്നതുകൊണ്ട് വാഹനം എടുത്തുകൊണ്ട് പോകാനും സാധിച്ചില്ല. സിഗ്നലിലാണ് ഈ പ്രതിഷേധം നടന്നത്.
മറ്റു പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വനിതാ പ്രവർത്തകരെയാണ് ആദ്യമായി നീക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. പ്രവർത്തകർ രാഹുൽ അടക്കമുള്ളവർ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെ തടയുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ആ തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെന്ററിൽ നിന്ന്